നല്ല പച്ചക്കായ വെച്ചിട്ട് മുളക് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കിയോ, നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ 5-6 ഉള്ളിയും ഒരു പച്ചക്കായും കുറച്ച് മുളക് ചതച്ചതും കുറച്ച് കുരുമുളകും കൂടി ഉണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കിയെടുക്കാം. കായുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഏത് ടൈപ്പ് കാ വേണമെങ്കിലും എടുക്കാം. ഉള്ളി ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി കുരുമുളക് ഒന്ന് ചതച്ചും കൂടെ എടുക്കാം. എളുപ്പത്തിന് കുരുമുളക് പൊടി ഇട്ട് കളഞ്ഞേക്കരുത്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടങ്ങ് മൂപ്പിക്കാം. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ചതച്ച മുളക് ചേർക്കാം. മുളക് മൂത്ത് കഴിഞ്ഞാൽ ഒരു ചട്ടിയിലേക്ക് ഇതിൻ്റെ പകുതി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കായും ആവശ്യത്തിന് വെള്ളവും ചതച്ച കുരുമുളകിൻ്റെ പകുതിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. അബദ്ധത്തിൽ ഇതിനകത്ത് മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർത്ത് കളയല്ലേ. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ കായൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കായുടെ പകുതി അങ്ങ് ഉടച്ചു കൊടുക്കാം. ഉടച്ച കായിലേക്ക് വഴറ്റിയ ഉള്ളിയും ചതച്ച കുരുമുളകിൻ്റെ ബാക്കിയും കുറച്ച് കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കില്ലേ. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കാണണേ.